വിശുദ്ധ വാരത്തിന് തുടക്കമായതോടെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് 10,000-കണക്കിന് വിശ്വാസികളാണ് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ശിഷ്യനായ മാർത്തോമ AD 58 കേരളത്തിൽ വരികയും AD 62 മലയാറ്റൂർ മലമുകളിലെത്തുകയും ചെയ്തതിൻ്റെ പവിത്ര സ്മരണയിലാണ് വിശ്വാസികൾ മല ചവിട്ടുന്നത്. 50 നോമ്പ് കാലത്ത് തീർത്ഥാടക പ്രവാഹം താരതമ്യേന കൂടുതലാണ്. പൊന്നിൻ കുരിശുമുത്തപ്പ പൊന്മല കയറ്റമെന്ന പ്രാർത്ഥനയോടെ വിശ്വാസികൾ കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ കുരിശുമല കയറുന്നു. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ സ്മരണയിലാണ് വിശ്വാസികൾ മല കയറുന്നത്. ഓശാന മുതലുള്ള ദിവസങ്ങൾ കൂടുതൽ തിരക്കുകളുടെ ദിവസമായി മാറുന്നു. അനേക ലക്ഷം ജനങ്ങളാണ് രാപകലില്ലാതെ ഇവിടെ കടന്നു വരികയും ആത്മീയ ശുശ്രൂഷകൾക്കായിട്ട് അണയുകയും ചെയ്യുന്നത്. ഇവിടെ വിശുദ്ധ കുർബാന തുടരെ നടക്കുകയും വിശുദ്ധ കുമ്പസാരത്തിനുള്ള അവസരങ്ങൾ ശക്തമായി കൊടുക്കുകയും അങ്ങനെ ആത്മീയ ശുശ്രൂഷകൾ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കുരിശുമെന്നെത്തി മല കയറുന്ന തീർത്ഥാടകരുമുണ്ട്. അടിവാരത്തെ ദേവാലയത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് കുരിശുമുടി യാത്ര. മലയിറങ്ങിയെത്തുന്ന ഭക്തർ പെരിയാർ തീരത്തെ ദേവാലയത്തിന് സമീപത്ത് വിശ്രമിക്കുന്നു. തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യമൊരുക്കാൻ ഒരു ഏകീകൃത കേന്ദ്രം പിൽഗ്രിം സെൻ്ററായി പ്രവർത്തിക്കുന്നുണ്ട്. 2004 മലയാറ്റൂരിനെ കേന്ദ്ര സർക്കാർ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇവിടെ സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മ പുതുക്കി ക്ലേശകരമായ ഗാവുൽത്താമല കയറിയതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ഓരോ തീർത്ഥാടന കാലഘട്ടത്തിലും ആയിരക്കണക്കിന് തീർത്ഥാടകർ മലയാറ്റൂർ കുരിശുമല കയറുന്നത്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.